ഗൈസ്, മോദി സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്ന കാഴ്ചയാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത്. കണ്ട, ഫുള്ള് താമര. ലൈറ്റ് മാറി കളിക്കുന്ന സംഭവം അത് ഈ മഴ പെയ്യുന്ന സമയത്ത് ഇനി ലൂസ് കോണ്ടാക്ട് കൊണ്ട് ലൈറ്റ് മാറുന്നതാണോന്ന് അറിയത്തില്ല കേട്ടോ. കണ്ട, ചുമല പച്ചയായി. ഹലോ ഗൈസ്, എല്ലാവർക്കും പാർവാലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ചൈനയിലെ ന്യൂ ഇയറിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ ലൈറ്റ് വർക്ക്സ് ഒക്കെ ആയിരിക്കും. അതും എപ്പോഴും മലയുടെ മണ്ടയ്ക്കായിരിക്കും. നല്ല ചേല കാണാൻ. ഇതുണ്ടാ, ഇതിപ്പോൾ ജസ്റ്റ് എൻട്രൻസ് ആണ്. നമ്മൾ മലയിലോട്ട് പോകാനുള്ള ജസ്റ്റ് എൻട്രൻസ് ആണിത്. അപ്പോൾ ഇവിടുന്ന് ഒന്നെങ്കിൽ നമുക്ക് നടന്നു പോകാം, അല്ലെങ്കിൽ ഇവിടുന്ന് വണ്ടിയുണ്ട്, അതിൽ കയറിപ്പോവാം. നമുക്ക് അവിടെ ചെന്നിട്ട് എൻ്റെ കാലിൻ്റെ അവസ്ഥ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ പോവാം. ഓക്കെ, ടിക്കറ്റ് എടുക്കേണ്ട ഏരിയയിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ മുകളിലോട്ട് പോകും. ഭയങ്കര ജീവനുള്ള പടം പോലെ ഉണ്ടല്ലേ കാണാനായിട്ട്. എല്ലാ മരത്തിലും എന്ന് പറഞ്ഞാൽ എല്ലാ മരത്തിലും ലൈറ്റ് വർക്ക്സ് ആണ്. ഇവര് ഒരു ദിവസം എത്ര പൈസ ഇവിടെ ഉണ്ടാക്കുന്നതിന് ഒരു പിടുത്തമില്ല. കാരണം എന്തുമാ ഇപ്പം ന്യൂ ഇയർ കഴിഞ്ഞിട്ട്, അതായത് ചൈനീസ് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 4-5 ദിവസമായി, എന്നിട്ടും ഭയങ്കര തിരക്കാണ്. നമ്മളിപ്പോൾ നടന്നു വന്ന ആ വഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ഒരു ആർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റ് വർക്ക്സ് ആണ്. അത് പക്ഷേ നല്ല ദൂരത്തിലുള്ള ലൈറ്റ് വർക്ക്സ് ആയതുകൊണ്ട് എൻ്റെ ക്യാമറയിൽ അത് കിട്ടത്തില്ല. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇവിടെ വരാനായിട്ട് നല്ല ഒരു 2 ദിവസം 3 ദിവസം ലേറ്റായിപ്പോയി. കാരണം നമ്മുടെ ഇവിടുത്തെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡ്രാഗൻ്റെ ഇത് അവർ പണിത് വെച്ചിട്ടുണ്ട്. അവിടെ ഈ ഡ്രോണുകൾ തമ്മിലുള്ള കാര്യങ്ങളും, അതിൻ്റെ മുകളിലായിട്ട് ഡ്രോണുകൾ തമ്മിലുള്ള പരിപാടിയും പിന്നെ പാട്ടും മേളവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ആ ലൈറ്റ് വർക്ക്സും ആ ഒരു ഡ്രാഗൻ്റെ ആ ഒരു സ്കൾപ്ചർ മാത്രമേ അവിടെ ഉള്ളൂ. മഴ പൊടിയുന്നുണ്ട്, പക്ഷെ മഴ പെയ്താലും ഈ ലൈറ്റിനൊന്നും പറ്റത്തില്ലയോ, ഷോക്കടിക്കത്തില്ലയോ? എൻ്റെ പുറകിൽ കണ്ടില്ല എന്ത് മനോഹരമായിട്ടാണ് ഇവർ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അത് പറഞ്ഞ് നമ്മൾ ആദ്യം ഒരു ആർച്ച് കണ്ട്, ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് 2ാമത്തെ ആർച്ചാണ്. ഇങ്ങനെ ഇഷ്ടം പോലെ ആർച്ചുകളുണ്ട്. കാണാനായിട്ട് ഭയങ്കര ഭംഗി. നമ്മൾ ഈ പെരുന്നാളിനൊക്കെ പോകത്തില്ല, അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോകത്തില്ല നമ്മുടെ നാട്ടിൽ, അതിൻ്റെ ഒരു 10-20 ഇരട്ടി ലൈറ്റ്സ്. ആൾക്കൂട്ടം ഞാൻ പറയുന്നില്ല, ആൾക്കൂട്ടം നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ ലൈറ്റ് വർക്ക്സ് അടിഗംഭീരം, അടിപൊളി. ഇത് കണ്ട, നമ്മൾ ലൈറ്റ് മാറി കളിക്കുന്ന സംഭവം അത് ഈ മഴ പെയ്യുന്ന സമയത്ത് ഇനി ലൂസ് കോണ്ടാക്ട് കൊണ്ട് ലൈറ്റ് മാറുന്നതാണോന്ന് അറിയത്തില്ല കേട്ടോ. കണ്ട, ചുമല പച്ചയായി. ചുമ്മാ പറഞ്ഞ കേട്ടോ, മഴ കൊണ്ടിട്ട് ലൈറ്റ് മാറുന്നതാണെന്ന്. ഈ ചൈനക്കാർക്ക് നമ്മുടെ നാട്ടിലത്തെ പോലെ ഉത്സവം ചൈനക്കാർക്ക് നമ്മുടെ നാട്ടിലത്തെ പോലെ അമ്പലത്തിൽ ഉത്സവം അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാൾ ഒന്നുമില്ല. അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ ഉണ്ടെങ്കിലാണ് നാട്ടുകാർ എല്ലാവരോടും ഒത്തുകൂടുന്നത്. നമ്മുടെ നാട്ടിലെ അമ്പലപ്പറമ്പിൽ സൈഡിൽ കച്ചവടം നടക്കുന്ന പോലെ ഇവിടെയുണ്ട് കേട്ടോ. ഒരു ചെറിയ കാട്, അതും ഈ വണ്ടുകളുടെയും ചിത്രശലഭത്തിൻ്റെയും പൂമ്പാറ്റകളുടെയും ഒക്കെ ഒരു ചെറിയ കാട്. ഇത് ആർട്ടിഫിഷ്യൽ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഗൈസ്, ഞാൻ സിംബത്തെ കളിച്ചത്. സിംബത്തെ ഇവിടെ എപ്പോഴും ഒരു സെക്യൂരിറ്റി ചേട്ടൻ നിൽപ്പുണ്ട് ഈ സിംബത്തിൻ്റെ മേളിൽ ആരും കയറിയിരിക്കാതിരിക്കാനായിട്ട്. ഭയങ്കര ഡെഡിക്കേഷനാണ് ഇവർക്ക്. ഓരോ സ്ഥലത്ത് ഓരോ പോയിന്റിൽ
എങ്ങനെ ആൾക്കാരെ നിർത്തണം, എത്ര സെക്യൂരിറ്റീസ് വേണം, അതെല്ലാം ഇവർക്ക് പക്ക ഒരലമ്പ്. ഗൈസ്, മോദി സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്ന കാഴ്ചയാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത്. കണ്ട, ഫുള്ള് താമര. ഈ ചെറിയ മഴയുടെ ഇടയ്ക്കും ഈ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പോകാനായിട്ട് ഭയങ്കര രസമാണ് ഗൈസ്. ഇതെന്താ ഇവിടെ ലൈറ്റ് മാറുന്ന സെറ്റപ്പ്. ഇപ്പം വെള്ളയാണേ, ഇപ്പം മാറും കേട്ടോ. മാറുന്നില്ല. മാറി. രാത്രിയിൽ ലൈറ്റ് വെച്ച മയിൽ എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. എന്ത് ഭംഗിയല്ലേ ഈ മയിലിനെ അവർ ആക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. തകർത്ത് വാരി വഴിയോര കച്ചവടം നടക്കുന്നുണ്ട്. ഭയങ്കര കച്ചവടം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അയ്യോ, ഇവിടെ വന്നപ്പോഴത്തേനൊരു അടിപൊളി മരം, നമ്മൾ ഈ അവതാർ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലൊരു സ്ഥലം ഞാൻ കാണിച്ചുതരാവേ. എനിക്കൊന്ന് ഞാൻ പറഞ്ഞല്ലേ, അവതാർ സിനിമയ്ക്കകത്ത് അവർ ഈ വാലി കുത്തി വെക്കത്തില്ലേ, ഇങ്ങനെ ഷോക്ക് അടിക്കുന്ന പോലെ, ആ സെറ്റപ്പാണെന്ന് തോന്നുന്നു. കണ്ടാ, ഇവിടുന്ന് ഈ മലയുടെ മണ്ടയ്ക്കുള്ള ഫുഡ് കോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഫുഡ് കോർട്ടിൻ്റെ ഭംഗി എനിക്ക് അത്ര വലിയ ബോധിച്ചില്ല. പക്ഷേ ഫുഡ് കോർട്ടിൻ്റെ പുറകിലായിട്ട് ദൂരേന്ന് വരുന്നവർ ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി, ആകർഷിക്കാണ്ട് ഇവിടെ ഒരു സംഭവം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താ, ഇതാണ് ആ സംഭവം. ഇതേത് ദൂരത്തുനിന്ന് വേണേലും ഇത് കാണാം. ഞാനിത് നേരത്തെ കണ്ടെങ്കിലും ക്യാമറയ്ക്കകത്ത് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് കാണിക്കാതിരുന്നു. പക്ഷെ ഫുഡ് കോർട്ട് എത്ര പോരാട്ടെ. അപ്പോൾ എല്ലാവർക്കും ഈ വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റ് വർക്ക്സിൻ്റെ ആർട്ട് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.